ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ക്ലബ് വില്ലേജ് ടൂർ പാർട്ട് 5 മലയാളം. സോ നമ്മൾ നമ്മുടെ ജേർണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കാണ്. സോ നമ്മൾ നടന്ന് നടന്ന് എവിടേക്കാ വരണേ? ചൈന. ചൈന. ഓക്കെ, സോ ചൈനയിൽ പോകുന്നതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഞാൻ നടക്കുന്നത്. സോ ചൈന നല്ല കളർഫുൾ ആയിട്ട് അവരുടെ മെയിൻ തീമായ റെഡ് തന്നെയാണ് അവർ ഫുൾ യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് 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 ചൈനയിലെത്തി. ആൻഡ് ചൈന, യു നോ ഗൈസ്, ഫേമസ് ഫോർ വാട്ട്? അവരുടെ ഹാൻഡിക്രാഫ്റ്റ്സ് സ്പെഷ്യലി. ആൻഡ് അവരുടെ കുറേ മറ്റേ അനിമേ ജപ്പാനിലുണ്ട്, ഈവൻ ചൈനയിലും ഉണ്ട്. അപ്പോൾ അതുപോലെ പിന്നെ അവരുടെ ചൈനീസ് ഫുഡ് കുറേ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. വെറൈറ്റി വെറൈറ്റി ഡ്രാഗൺസ് ഡ്രാഗൺസ് ഒക്കെ അവർ നല്ല രീതിയിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ബാഗ്സ്, ഗാർമെന്റ്സ്. അത് മാത്രല്ല അവരുടെ ഓരോ ഡിസൈൻ എനിക്ക് തോന്നുന്നു ഇതാണ് ഞാൻ പറഞ്ഞത്, വൺ പീസിന്റെ ആ പൊക്കിമോൻ വൺ പീസ് അതിന്റെയൊക്കെ ആ ഡോൾസിനൊക്കെ കാണാൻ ക്യൂട്ടാണ്. അതുപോലെ തന്നെ എല്ലാം കണ്ടിട്ട് എനിക്ക് വാങ്ങാൻ തോന്നുന്നുണ്ടായിരുന്നു. എല്ലാം വാങ്ങാന്ന് പറഞ്ഞത് വൺ പീസിന്റെ ഒക്കെ ബിഗ് ആയിട്ടുള്ള ഡോഗ്സ് ഒക്കെ അനിമെ ഫാൻസിനൊക്കെ മനസ്സിലാവും, കാർട്ടൂൺ ഫാൻസിനൊക്കെ മനസ്സിലാവുന്നുണ്ട്. ആൻഡ് നമ്മൾ നടന്ന് നടന്ന് കുറെ നെക്ക് പീസസ്, അവരുടെ ഓർണമെന്റ്സ് ഒക്കെ നല്ല ക്യൂട്ടായിരിക്കും. വാങ്ങാൻ പറ്റില്ല. ഒരു യൂസ് കഴിഞ്ഞപ്പോ ഗോൾഡ് ഒക്കെ കറുത്തിരിക്കും. അങ്ങനെ നമ്മൾ നടന്ന് നടന്ന് സ്റ്റാൾസ് ഒക്കെ ഉണ്ട്. യെസ്, നമ്മൾ പുറത്തേക്ക് വന്നു. ആൻഡ് സി അവരിപ്പോ മുകളില് ചെയ്തേക്കുന്ന ലാൻഡേൺസ് ഒക്കെ കണ്ടില്ലേ, നല്ല അട്രാക്റ്റീവ് ആയിട്ട്. ചൈനയിൽ നിന്ന് നേരെ കയറിയത് റഷ്യയിലേക്കാണ്. ഞങ്ങൾ വഴിതെറ്റി ഗൈസ്. ഞങ്ങൾ റഷ്യ കണ്ടു, റഷ്യ കേറിയില്ല. നടന്ന് നടന്ന് നെക്സ്റ്റ് ഞങ്ങൾ കണ്ടില്ലേ ഇവര് തീമൊക്കെ ചെയ്തേക്കുന്നത്. പക്ഷെ നമ്മൾ ആഫ്രിക്കയിലേക്ക് കയറും. ആഫ്രിക്കയുടെ അപ്പുറത്തെ എൻട്രൻസ് പിടിച്ച് നമ്മൾ കയറും. ഞങ്ങൾ ചൈന കണ്ടു. നമ്മൾ നോക്കാറുന്നത് ഇതൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷെ റഷ്യ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എല്ലാം കാണാൻ രസമുണ്ട് ആക്ച്വലി. ചൈന വരെ നമ്മൾ ഒരു കറക്റ്റ് ഒരു ഓർഡറിൽ വന്നു. ചൈനക്ക് അതോട് കയറി കഴിഞ്ഞ് ഫുൾ ഓർഡർ തെറ്റി. പിന്നെ കണ്ടിടത്തൊക്കെ ഓടി കയറായിരുന്നു കൈ. സത്യം റെഡ് കളർ എനിക്ക് നന്നായിട്ട് ആഫ്രിക്ക അവരുടെ സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണ് അവർ മെയിൻ ആയിട്ട്. അവരുടെ എല്ലാ സംഭവം അവർ അടിപൊളിയായിട്ടാണ് ചെയ്തത്. സ്കിൻ കെയർ മെയിൻ ആയിട്ട് അവരുടെ കുറേ നിങ്ങൾക്ക് നല്ല ഫേമസ് ആണ്. ഇപ്പൊ ബ്ലാക്ക് സോപ്പ്, അവരുടെ മറ്റേ കൊക്കോഷ്യ ബട്ടറിന്റെ ക്രീംസ്. ബട്ട് ഞാൻ പറയാം, ഐ പർച്ചേസ്ഡ് വൺ ബ്ലാക്ക് സോപ്പ്. നല്ല റിസൾട്ട് ആണ്. എനിക്ക് നല്ല പേടിയായിരുന്നു സത്യം പറഞ്ഞ ഇവരുടെ ഇവിടേക്ക് കയറാനായിട്ട്. കാരണം ഇവരിൽ കുറെ തീഫുകളും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയായിരുന്നു. ബട്ട് ഇവിടെ കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോ അവരുടെ ഹോസ്പിറ്റാലിറ്റി നല്ലതായിരുന്നു. ബാക്കിയുള്ളവരെ പോലെ നല്ല രീതിയിൽ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ക്രാഫ്റ്റ്സ്, ആർട്സ് ഒക്കെ നല്ല രീതിയിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ വന്നപ്പോ ഞാൻ എത്രയും നേരം ട്രൈ ചെയ്തില്ല. ബട്ട് ഈ സ്റ്റോറിൽ വന്നിട്ട് ചേച്ചി എന്നെ പിടിച്ചു നിർത്തി കയ്യിൽ ട്രൈ ചെയ്യിക്കാണ് ഗൈസ്. അപ്പൊ ഫസ്റ്റ് അവരെന്തോ സ്ക്രബ് ഒക്കെ ഇട്ടു. എല്ലാം നല്ല അടിപൊളി സ്മെല്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇപ്പൊ തീരും പരിപാടി ഇപ്പൊ കഴിയുന്നു പറഞ്ഞ് ഞാൻ നോക്കിയിരുന്നു. ഞാനും വിചാരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ അവര് വീണ്ടും എന്തൊക്കെ ഇടുന്നു. പക്ഷെ അവളെന്നെ പറ്റിച്ച് കണ്ണും നൈസാക്കിയിട്ട് ഒറ്റ പോക്കുപോയി. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു എന്റെ പിന്നാലെ അവര് ഒന്നും പറഞ്ഞില്ല. മോള് നീ വെറുതെ നോണ പറയണത്. അവരൊന്നും പറഞ്ഞിട്ടില്ല. ആ വീഡിയോ കണ്ട കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇവിടുന്ന് പർച്ചേസ് ചെയ്ത് ബ്ലാക്ക് സോപ്പ് ഒരു രക്ഷയില്ലായിരുന്നു. ഫേസിന് നല്ല ചേഞ്ച് ഉണ്ട്. ഫേസിനല്ല, കൈക്ക്. ഫേസിൽ നീ ചെയ്തില്ല, നീ കൈക്കാണ് നീ ചെയ്തത്. ഞാൻ നോണ പറയൂല, ഞാൻ കറക്റ്റ്. നോ ഗൈസ്, ബ്ലാക്ക് സോപ്പ് ഞാൻ പർച്ചേസ് ചെയ്തു. ഇപ്പൊ ഞാൻ ഡെയിലി അത് യൂസ് ചെയ്യുന്നുണ്ട്. ബ്ലാക്ക് സോപ്പ് നല്ല റിസൾട്ട്. പക്ഷെ സംഭവം നല്ലതായിരുന്നു. നല്ല റിസൾട്ട് തരുന്നുണ്ട്. ആൻഡ് ഇവരെനിക്ക് സ്ക്രബ് ഒക്കെ ഇട്ട് തരാണ്. ആൻഡ് എന്തൊക്കെയോ കുറെ പറയുന്നുണ്ട്. കുറെ പ്രോഡക്ട്സ് ഉണ്ട്. എല്ലാം കൂടെ വാങ്ങിയ ഡിസ്കൗണ്ട് തരാം. അങ്ങനെ നമ്മളെ കുറെ ക്യാൻവാസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഇവരെ കട കണ്ടു കഴിഞ്ഞാൽ എന്താ പറയാ, ഒരു തട്ടിപ്പ് ഫീൽ ചെയ്യുക. പക്ഷെ പ്രൊഡക്ട്സ് ഒക്കെ നല്ല പ്രോഡക്ട്സ് നല്ല ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അതെ, സ്മെല്ലുണ്ട്, ഓർഗാനിക്സ് ആണ്. അതുപോലെ ഒരു ഹണി ഒക്കെ കുറെ ഉണ്ടായിരുന്നു. ഹണി അതുപോലെ തന്നെ കൂടുതൽ ഇവർ എനിക്ക് തോന്നുന്നു ബ്യൂട്ടി പ്രോഡക്ട്സ് ആണ്. കാരണം അതാണല്ലോ ഇപ്പൊ നമ്മൾ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും മെയിൻലി ആഫ്രിക്കൻസിന്റെ കുറെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഇറങ്ങിയിട്ടുണ്ട്, നല്ല റിസൾട്ട് തരുന്നത്. ആൻഡ് ഇവർ മെയിൻലി ഫോക്കസ് ചെയ്തത് ഈവൻ ടോൺ തരാനല്ല, അത് ഫെയർ സ്കിൻ. യെസ്, നമുക്കുള്ള കളർ നമുക്കായിട്ട് വരും ആൻഡ് ഈവൻ ടോൺ ആയിട്ട് വരുന്നുണ്ട്. സോ ആ ബ്ലാക്ക് സോപ്പ് ഞാൻ നല്ല രീതിയിൽ എനിക്ക് റിസൾട്ട് തരുന്നുണ്ട്. ഇറ്റ്സ് എ ഗുഡ് ചോയ്സ്. വൃത്തിയായിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ലൈക്ക് നമ്മൾ ആദ്യം വിചാരിക്കുന്നത് ആഫ്രിക്കൻസിന് വൃത്തി കാര്യങ്ങൾ കുറവായിരിക്കുന്നതായിരിക്കും. ബട്ട് അത് നേരെ തിരിച്ചു പറഞ്ഞു. എനക്ക് ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായ കേസ്.
ഇതാണ് ഞാൻ വാങ്ങിയ ബ്ലാക്ക് സോപ്പ്. സോ അവര് 30 AD ആണ് അവർ ചാർജ് ചെയ്തത്. ബട്ട് ഇറ്റ്സ് വർത്ത് ദി പ്രൈസ്. സോ ഞങ്ങൾ അവിടെ കാശും കൊടുത്ത് പാക്കറ്റും we പിടിച്ച് started the നടന്നു. journey. അങ്ങനെ ഞങ്ങൾ ഇതാ നടന്ന് നമ്മളെപ്പോഴും സ്വാഗാണ് അവിടുത്തെ വാൾസ് ഒക്കെ, സ്പെക്സ് ഒക്കെ വെച്ചിരിപ്പുണ്ട്. അങ്ങനെ ഇതാ വീണ്ടും നടന്ന് അവരെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഏരിയാസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇതാ പുറത്തേക്ക് പോണു. ആഫ്രിക്ക ഇസ് ഓവർ. നെക്സ്റ്റ് എവിടെയാണ് ഗൈസ്? എവിടെ? Next, നമ്മൾ അടുത്തത് പോകാൻ പോകുന്ന സ്ഥലം റഷ്യ. റഷ്യ. സോ റഷ്യൻസിന് എനിക്ക് മെയിൻ ആയിട്ട് റഷ്യൻസിന്റെ ഡാൻസ് എനിക്ക് ഓർമ്മ വരിക. റഷ്യ അത് കേൾക്കുമ്പോ ഡാൻസിന് എത്ര ഫേമസ്. യെസ്. അങ്ങനെ നമ്മള് റഷ്യയിലേക്ക് കയറി. റഷ്യയില് എനിക്ക് ഹുക്ക മാർക്കറ്റ് ഡ്രസ്സുകൾ ഇതൊക്കെയാണ് അവരുടെ മെയിൻ. യെസ്, നല്ല കളർഫുൾ ആയിരുന്നു, നല്ല സ്വാഗി സാധനങ്ങളായിരുന്നു മൊത്തം. ആൻഡ് സി ദ റെസ്റ്റോറൻറ്റ്സ്, ക്രിസ്മസ് ട്രീ ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പോകും തോറും നമുക്ക് കൺട്രീസിൽ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള തീംസ് കാണാൻ പറ്റുന്നുണ്ട്. യൂറോപ്യൻ ബേസ്ഡ്. സോ അങ്ങനെ തന്നെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് സ്നോ വീഴുന്ന ടൈപ്പില് വെള്ള കളറിൽ. നമ്മുടെയൊക്കെ നാട്ടിലും മറ്റേ മരം വെട്ടി പച്ച കളറിലായിരിക്കും. ഇത് യൂറോപ്പ് ആയതുകൊണ്ടായിരിക്കാം മേ ബി സ്നോ വീഴുന്ന ടൈപ്പില് വൈറ്റ് കളറിൽ. എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ. ഓക്കെ ഗൈസ്, സോ റഷ്യ നമ്മൾ കണ്ട് ഇത് തന്നെയാണ് നമ്മൾ കണ്ടുകഴിഞ്ഞ ഒരു എക്സ്പെൻസീവ് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ പിന്നെ അധികം നിന്നില്ല. കുറെ ഹുക്കാമാർക്കസ് ലാൻഡേൺസ് ഒക്കെ അവർ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റഷ്യ കഴിഞ്ഞു. ഉരുണ്ട ഭൂമിയിലൂടെ ഉരുണ്ടുരുണ്ട് ഞങ്ങൾ രണ്ടും നെക്സ്റ്റ് യൂറോപ്പ്. യെസ്, അങ്ങനെ നമ്മള് ടിക്കറ്റ് എടുത്ത് കാനഡയിലും യു കെയിലൊന്നും പോകുന്നില്ല ഗൈസ്. നമുക്ക് അല്ലാതെ തന്നെ യൂറോപ്പിൽ പോവാം. യെസ് ഗൈസ്, ഞങ്ങൾ ഇതാ വന്നു. അവിടെ ബെൽജിയൻ വാഫിൾസിന്റെ കടയൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മള് കേറി ധോത്തീസ് എത്തനിക് കളക്ഷൻസ്. യെസ്, ഇവിടെയും ട്രീ ഉണ്ട്. ഇവരും എന്താ ഞാൻ ഇനി അങ്ങോട്ടുള്ളത് മൊത്തം ക്രിസ്മസ് തീംസിൽ അവര് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ നമുക്ക് പെർഫ്യൂംസ് ആണ്. നമുക്ക് ഫെർമോൺ പെർഫ്യൂംസ് വരെ ഞാൻ കണ്ടു ഇവിടെ. നമുക്ക് ചെയ്തുതരും. അതുണ്ടായിരുന്നു. മറ്റേ ക്ലോക്ക് ടവർ പോലെ അത് നല്ല രസമുണ്ടായിട്ടു. ബിഗ് ബെൻ ടവർ ഈ സെയിം സാധനം ഞാൻ ദുബായിലും കണ്ടിട്ടുണ്ട്. അവിടുന്ന് നേരെ നോക്കുമ്പോ കാണും. സെയിം അല്ല, ഇതാണ് ഒറിജിനൽ ബിഗ് ബെൻ. ഇത് ഒറിജിനൽ. യെസ്, ആൻഡ് നെക്സ്റ്റ് അമേരിക്ക. യെസ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒക്കെ. ഞാൻ ഇവിടെ നിന്ന് പെപ്സി ഇട്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഒക്കെ ആകുന്നുണ്ട് ഗൈസ്. പക്ഷെ ഞാൻ ഈ സംഭവം നമ്മുടെ ഗ്ലോബൽ വില്ലേജിന്റെ എൻട്രൻസിൽ കണ്ടുവരുന്നു. അപ്പുറത്തെ പരിധി എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് അമേരിക്കയിലും മെയിൻലി എന്താ അവര് നല്ല രീതിയിൽ നല്ല ഭംഗിയുണ്ട്. വൈറ്റ് ഹൗസിന്റെ ഡിസൈൻ, സ്പെക്സ്, അതുപോലെ കുറച്ചുകൂടി മോഡേൺ ആയിട്ടുള്ള തിങ്സ് തന്നെ അവർ എക്സിബിറ്റ് ചെയ്തത്. ഇതൊക്കെ ലക്ഷറി ഫീൽ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അധികം നിൽക്കാതിരുന്നു, വേഗം പോകുന്നു. ആൻഡ് നമ്മൾ ഇതാ ഇറങ്ങി. എല്ലായിടത്തും സ്റ്റോൾസ് പ്രത്യേകമാണ്. നമ്മള് വീഡിയോ എല്ലാം കഴിഞ്ഞിട്ട് സമാധാനത്തിൽ പോയി കുറെ ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നൈറ്റ് ആണ്, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമുക്ക് പോയാലൊരു തെറ്റ് പറ്റി. നമ്മൾ കറക്റ്റ് പോകേണ്ടത് ഈ റോഡ് ഓഫ് ഏഷ്യ എന്ന് പറഞ്ഞ എൻട്രൻസിൽ കൂടെ ആയിരുന്നു. നമ്മള് ബാക്കിൽ കൂടെ കയറി ഫ്രണ്ടിൽ കൂടെ ഇറങ്ങും. അടുത്തത് ഫ്രണ്ടിൽ കൂടെ അത് പറ്റി. സോ നെക്സ്റ്റ് ജപ്പാനാണ്. റെഡ് വെരി അട്രാക്റ്റീവ്. അവർ നല്ല അടിപൊളിയായിട്ടാണ് ജപ്പാൻ ചെയ്തേക്കുന്നത്. മറ്റേ അനിമയൊക്കെ അവർ എക്സിബിറ്റ് ചെയ്തേക്കുന്നത് ഒരു രക്ഷയില്ല. ഇതൊക്കെയുള്ള ഫെർമോൺ പെർഫ്യൂംസ് ആണ് അവർ എക്സിബിറ്റ് ചെയ്തേക്കുന്നത്. സോ ഞങ്ങൾ വേഗം കണ്ടിറങ്ങി. എനിക്ക് ചൈന പോലെ ഫീൽ ചെയ്തതുകൊണ്ടാണ് ചൈന ജപ്പാൻ ഏകദേശം, പക്ഷെ ബട്ട് സ്റ്റിൽ എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഉണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുകയാണ്. വീണ്ടും ഉരുണ്ട് ഭൂമിയിലൂടെ ഉരുണ്ടുരുണ്ട്. സോ നമ്മളെല്ലാം എൻട്രൻസിലേക്ക് വന്നിട്ട് ഇവിടെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എടുക്കാനാണ്. കാരണം എനിക്ക് റെഡ് കളർ ജപ്പാൻ ഭയങ്കര ക്രേസ്. യെസ്, നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ആ ഷാങ്കായ് ടെമ്പിൾ ഒക്കെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ചൈനയുടെ പാർട്ടാണ്. ബട്ട് സ്റ്റിൽ അവർ ഉണ്ടാക്കിയിരിക്കുന്ന നല്ല രസമുണ്ട്. ഞാൻ ഓൾറെഡി ടാറ്റു അടിച്ചത് ചൈനീസ്. ദ ലാൻഡ് ഓഫ് റൈസിംഗ് സൺ അതൊക്കെ അവര് നല്ല രീതിയിൽ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പോണത് ഗെയിം സോൺ. യെസ്, ഇനി നമ്മള് റൈഡ്സ്, ഗെയിംസ്, നല്ല അഡ്വഞ്ചർ ആയിട്ടുള്ള റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരെ എടുത്തിട്ട് എറിയണ പോലത്തെ റൈഡ്സ് ഒക്കെ ഞങ്ങൾ കണ്ട് പേടിയായിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോകുന്നുണ്ട്. എനിക്ക് പക്ഷെ ശരിയാവൂല. ഞങ്ങള് പോണേന്റെ അതിലും ഫാസ്റ്റില് ക്യാമറ മേ ബി പോണുണ്ടാവും എന്നുള്ളൊരു പേടിയില് ഞങ്ങള് കേറിയില്ല. സോ നമ്മൾ ഇതാ നടന്ന് സത്യം പറഞ്ഞാല് നൈറ്റില് ഫുൾ ഏരിയ ലിറ്റപ്പ് ചെയ്തു. വെരി ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കും. ബട്ട് ശരിക്കും ഗ്ലോബൽ വില്ലേജ്
ആസ്വദിക്കണം സോ എന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ നൈറ്റും. ഗെയിമിംഗ് ആർക്കേഡ്. ഞങ്ങൾ ഇതാ ഓടിച്ചാടി മറ്റേ പന്ത് കണ്ട് പിള്ളേരെ പോലെ ഓടിച്ചാടി അതിനകത്തേക്ക് ഇടിച്ചു കയറി. ബട്ട് അപ്പോഴാണ് നമ്മൾ എനിക്ക് വായിച്ചത് ബൈക്കിൽ ഇറ്റ്സ് കയറി പറ്റി അണ്ടർ ഗെയിം കളിക്കണം എന്നുണ്ടായി. 15 എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് നമ്മൾ ഞാൻ കണ്ടിരുന്നില്ല സത്യം ശശിയായി പറഞ്ഞ, അത് ആദ്യം കണ്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ തിരിച്ചിറങ്ങാണ്. ഞാൻ നേരെ പൈസ കയറി. തപ്പാണ് ഞാൻ guys നിങ്ങൾ. ഓൾറെഡി ക്യാഷ് ഒക്കെ റെഡിയാക്കി ഒരു ബൈക്കൊന്ന് ഓടിക്കാനായിട്ട്. അതൊക്കെയും എല്ലാം കഴിഞ്ഞപ്പോഴാണ് മോളെന്നോട് പറയണത്, അതെ, കാശിട്ടാ മാത്രം പോരാ, വയസ്സും കൂടി കുറയ്ക്കണം. 120 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള കുട്ടികൾക്ക് മാത്രമേ കയറാൻ ഞാൻ പറ്റുള്ളൂ എന്ത് ചെയ്യാൻ, എനിക്ക് ഹൈറ്റും കൂടി പ്രായവും കൂടിയാല്. സോ നമ്മൾ ശശിയായി ഇതാ പുറത്തേക്ക് പോകുന്നു. ഞാൻ കുറെ നേരം നോക്കി, പക്ഷെ എന്നിട്ട് ഞാൻ അവസാനം സമാധാനിക്കാനൊക്കെ പറഞ്ഞു, വേണേ അതിനകത്ത് 2 പാവനെ എടുത്തോ. പക്ഷെ അത് നമ്മൾ നടക്കൂല. പുറത്തേക്ക് വന്നു. നമ്മൾ കുറെ റൈഡ്സ് കാണുന്നുണ്ട്. ജൈന്റ് വീൽ ഉണ്ടായിരുന്നു, ഇത് കണ്ടില്ലേ? വാവ്, ജയന്റ് വീൽ അടുത്തുനിന്ന് കണ്ട ഒരു ഫീല്, അത് നല്ല രസമുണ്ട്. സെയിം നമ്മള് ജുമേറയിൽ പോയ ഒരു ഫീല്, മറീന ബീച്ചിൽ നമുക്ക് ദുബായ് ആ ഒരു വ്യൂ ഉണ്ട്. പക്ഷെ ഈ കറങ്ങണ സാധനം എനിക്ക് പേടിയായിട്ടു ഇത് കണ്ടിട്ട്. ഇതല്ല ഗൈസ്, ഈ ആൾക്കാരെ എടുത്തിട്ട് ഇതൊക്കെ. പിന്നെ നമുക്കാണെങ്കിൽ 2 ചെറിയ പിള്ളേര് പറഞ്ഞു പോണതാണ്. അതുപോലെ കുറച്ചുകൂടി എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഏരിയയില് കുട്ടികൾ JCB ഓടിച്ചിട്ട് മണ്ണ് വാരി കുട്ടികൾക്ക് നല്ലൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു. പണ്ട് നമ്മൾ ചിരട്ടെ മണ്ണ് വാരി കളിച്ച് ഓർക്കുന്നുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ JCB മണ്ണ് വാരി കളിക്കുന്നത്. അതെ. സോ ഇതൊക്കെ ടിക്കറ്റ്സ് ആണ്, റൈഡ്സിന് വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ് ആണ്. പല പല ഫൺ കാർഡ് ഉണ്ട്. നമുക്ക് മെയിൻ ഏരിയയിൽ തന്നെ നമുക്ക് എല്ലാത്തിനും കൂടുതൽ അഡ്വഞ്ചർ ടിക്കറ്റ് എടുത്തിട്ട് കയറിയാൽ ഇവിടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ കുറെ ഗോസ്റ്റ് പാർക്സ് ഉണ്ട്, മെയ്സസ് ഉണ്ട്, എല്ലാം നല്ല നല്ല എക്സൈറ്റിംഗ് ആണ് ആക്ച്വലി. ഞാൻ അടുത്ത സ്ഥലം നെക്സ്റ്റ് ആർക്കേഡിലേക്ക് വന്നു. കേറിയില്ല. യെസ്, അപ്പോഴാണ് നമ്മൾ ഈ റൈഡ് കണ്ടത്. നീ പറഞ്ഞ മറ്റേ സംഭവം, മറ്റേ കറങ്ങണത്, അതെങ്ങനെയുണ്ട്? യെസ്, അതിൽ കയറിയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പേടി, അത് കറങ്ങാൻ. നമ്മൾ ഒന്നുകൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. റൈഡ്സിന് മാത്രം പെട്ട വീഡിയോ നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റില്ല, കാരണം ഞങ്ങൾ പോകുന്നതിൽ സ്പീഡിൽ ക്യാമറ പോകുന്നുണ്ടാവും ഗൈസ്, അതാണ് റിസ്ക് എടുക്കാൻ എനിക്ക് തീരെ ഇൻട്രസ്റ്റ്. സോ നമ്മൾ ഇതൊരു ഗോസ്റ്റ് പാലസ് ആണ്, ലൈക്ക് ഒരു മെയ്സ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഗോസ്റ്റ് സിറ്റി. ഇത് പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത്. എനിക്കിത് ഫ്രണ്ടിൽ എൻട്രൻസ് ഉണ്ട്, ഇപ്പൊ മറ്റേ ടെമ്പിൾ റൺ ഫീൽ ചെയ്തു. അതാണ്. ലോസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞ ഐ തിങ്ക് ഉണ്ട് ഒരു ടെമ്പിൾ റൺ തന്നെ. ടെമ്പിൾ റൺ പോലെ ഉണ്ട്, ബട്ട് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും കറക്റ്റ് ടെമ്പിൾ റൺ. ശരിക്കും ഇതുവരെ എന്ത് പെർഫെക്ഷനിലാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ? ഇതൊക്കെ ടോസസ് ആണ്, ലൈക്ക് നമ്മൾ ഷൂട്ട് ചെയ്ത് ബലൂൺ ഷൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ നമ്മള് ഈ കാണുന്ന സ്റ്റോൾസ് ഒക്കെ നമ്മൾ വിൻ ചെയ്താൽ നമുക്ക് ബിഗ് ഡോളിനെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ നടന്ന് ഇതൊക്കെ സ്റ്റേജസ് ആണ്. ഹൗസ് ഓഫ് ഫിയർ. യെസ്, ഹൗസ് ഓഫ് ഫിയർ, ആർക്കേഡ്. ഈ ആർക്കേഡ്സിലെല്ലാം നമുക്ക് ഇതുപോലെ കളിച്ച് വിൻ ചെയ്താൽ ഗിഫ്റ്റ്സ് ഉണ്ട്. ഹൗസ് ഓഫ് ഫിയർ നമ്മൾ പണ്ട് ബാർബി സ്റ്റോറീസിലൊക്കെ കാണുന്ന പോലത്തെ പവിലിയൻസ് ഒക്കെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും നമ്മൾ കുട്ടിയായിട്ട് പറഞ്ഞാൽ ഞാൻ ഫുൾ ഓടി എല്ലാത്തിലും പോയി കയറിയത്. അത്രയ്ക്ക് എക്സൈറ്റഡ് ആണ്. സ്റ്റിൽ ഞാൻ എക്സൈറ്റഡ് ആണ്. ദെൻ കുട്ടികൾക്ക് കുറേ എന്റർടൈൻമെന്റ് ഉണ്ട്. ഇത് ഹൗസ് ഓഫ് ഫിയറിന്റെ നെക്സ്റ്റ് ഒരു ഐ തിങ്ക് ദിസ് ഇസ് ദി എക്സിറ്റ്. ഇതായിരിക്കും കറക്റ്റ്. മറ്റേത് ടെമ്പിൾ റൺ പോലത്തെ എന്തോ ഇതായിരിക്കും ഹൗസ് ഓഫ് ഫിയർ. ലോസ്റ്റ് സിറ്റി. ദെൻ നമ്മൾ ഗലാറ്റോ ഐസ്ക്രീം ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഗലാറ്റോ ഗലാറ്റോ ഐസ്ക്രീംസ് ഒക്കെ ഉണ്ട്. ബാസ്കറ്റ്ബോൾ, ഇതൊക്കെ നമ്മൾ വിൻ ചെയ്താൽ നമുക്ക് ഗിഫ്റ്റ്സ് ഉണ്ട്. ഈ കൗണ്ടേഴ്സിൽ നിന്നൊക്കെ സെയിം ഈ വലിയ വലിയ ഡോൾസിനൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ലോഗ്. ഐ തിങ്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു തോന്നുന്നു. ഓക്കെ, ബൈ.